عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله، والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. خذ من أموالهم صدقة تطهرهم وتزكيهم بها وصل عليهم إن صلاتك سكن لهم والله سميع عليم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ സംഭവിച്ച എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കാനും അവസാനം ഈമാനോടെ മരിക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ പരിശുദ്ധമായ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന സൗഭാഗ്യത്തിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായ ശിഫ നൽകി സൗഖ്യം പ്രദാനിക്കട്ടെ. ലോകത്ത് പ്രയാസപ്പെടുന്ന ഫലസ്തീനികളടക്കമുള്ള മുഴുവൻ മനുഷ്യർക്കും അള്ളാഹു സന്തോഷവും സമാധാനവും നൽകുമാറാകട്ടെ. ബഹുമാനികളെ, പരിശുദ്ധമായ റമദാനിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്. എല്ലാവരും ഇഅ്തികാഫിന്റെ നിയ്യത്തിലായി ശ്രദ്ധയോടുകൂടി എല്ലാവരും ഇരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ വിദേശത്ത് നിന്ന് കേരളത്തിലേക്ക് വന്ന ഒരു ചെറിയ ചരക്ക് കപ്പലും കടലിൽ മുങ്ങിയ വിവരം കേരളത്തിലെ ഒരു പ്രമുഖ വ്യവസായിയോട് അദ്ദേഹത്തിന്റെ ഓഫീസിലെ ഒരു ഉന്നത ജോലിക്കാരൻ വന്നു പറഞ്ഞു. അത് പറയാൻ കാരണം തന്റെ മുതലാളിയുടെ ചരക്ക് അതിലുണ്ടോ എന്ന സംശയത്തിലാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എന്റെ ചരക്കുള്ള കപ്പൽ മുങ്ങില്ല. അപ്പൊ തൊഴിലാളി ചോദിച്ചു, എന്താണ് അങ്ങക്ക് അത്ര ഉറപ്പ്? പറഞ്ഞു, ഞാൻ കൃത്യമായി സക്കാത്ത് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് എന്റെ കപ്പൽ മുങ്ങൂല. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ കഅബ ശരീഫിൽ ചാരിയിരിക്കുമ്പോൾ ഒരാൾ വന്ന് നബിയോട് പറഞ്ഞു, നബിയെ, ഇന്നയാളുടെ സമ്പത്ത് കടൽ തിര കയറി നശിച്ചുപോയി. ഇത് കേട്ട ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാളുടെ സമ്പത്ത് കാട്ടിലോ കടലിലോ നശിക്കുന്നെങ്കിൽ അത് സക്കാത്ത് കൊടുക്കാത്തതിന്റെ പേരിലായിരിക്കും. ലോകത്ത് സമ്പത്തുമായി ബന്ധപ്പെട്ട് 3 തരം വീക്ഷണങ്ങളാണ് നിലവിലുള്ളത്. ഒന്ന് സോഷ്യലിസ്റ്റ് ചിന്താഗതിയാണ്. സമ്പത്തിന്റെ ഉടമാവകാശം വ്യക്തികൾക്ക് നിഷേധിക്കുന്ന, പൊതു ഉടമസ്ഥതയിലാണ് സമ്പത്തുള്ളത് എന്ന് പറയുന്ന സോഷ്യലിസ്റ്റ് ചിന്താഗതി. അതനുസരിച്ച് ഉൽപ്പാദിപ്പിക്കാനും വിതരണം ചെയ്യാനും കൂലി നിശ്ചയിക്കാനും വില വസൂലാക്കാനുമുള്ള അധികാരം അത് ഗവൺമെന്റിനാണ്, വ്യക്തികൾക്കില്ല. രണ്ടാമത്തെ കാഴ്ചപ്പാട് മുതലാളിത്ത കാഴ്ചപ്പാടാണ്. മുതലാളിത്ത കാഴ്ചപ്പാടനുസരിച്ച് സമ്പത്തിന്റെ ഉടമാവകാശം വ്യക്തികൾക്കാണ്. ഓരോരുത്തരും അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്ത് അതെങ്ങനെ വിനിയോഗിക്കണമെന്ന് അവനവന് തീരുമാനിക്കാം. ഉൽപാദനവും വിതരണവും കൂലി നിശ്ചയിക്കലും അതെല്ലാം വ്യക്തി അധിഷ്ഠിതമാണ്. സർക്കാരിന് അക്കാര്യത്തിൽ യാതൊരു നിയന്ത്രണവും ഏർപ്പെടുത്താൻ പാടില്ല. ഇതാണ് മുതലാളിത്ത കാഴ്ചപ്പാട്. ഈ 2 കാഴ്ചപ്പാടുകളും ഇടക്കാലത്ത് എന്തെങ്കിലും ഉണ്ടായതല്ല. സോഷ്യലിസത്തിന് സാമൂഹിക രാഷ്ട്രീയമായ മാനം കൊടുത്തുകൊണ്ട് അതിനെ ശാസ്ത്രീയമാക്കി തീർത്തത് കാൾ മാർക്സ് ആയിരിക്കാം. പക്ഷെ കാൾ മാർക്സിന് എത്രയോ മുമ്പ് 5-ാം നൂറ്റാണ്ടിൽ തന്നെ സോഷ്യലിസം വ്യവസ്ഥാപിതമായി രൂപപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്.
മുതലാളിത്തത്തിന്റെ അവസ്ഥയും അങ്ങനെ തന്നെയാണ്. മൂന്നാമതൊരു സാമ്പത്തിക വീക്ഷണം ലോകത്തുള്ളത് അത് ഇസ്ലാമികമായ സാമ്പത്തിക വീക്ഷണമാണ്. അഥവാ സമ്പത്തിന്റെ അവകാശം തത്വത്തിൽ വ്യക്തികൾക്കുണ്ട്. മുതലാളിക്ക് തന്റെ സമ്പത്തിൽ തത്വത്തിൽ അധികാരമുണ്ട്. എന്നാൽ മുതലാളി പരമാധികാരിയല്ല. അവന്റെ സമ്പത്ത് എങ്ങനെ വിനിയോഗിക്കണമെന്നുള്ളത് പടച്ചവനാണ് തീരുമാനിക്കേണ്ടത്. അള്ളാഹു പറയുന്നതിനനുസരിച്ച് സമ്പാദിക്കാനും അതിനനുസരിച്ച് വിതരണം ചെയ്യാനുമുള്ള അവകാശം വ്യക്തിക്ക് കൊടുക്കുന്നതാണ് ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. ഈ മൂന്ന് വ്യവസ്ഥിതികളാണ് ഇന്ന് ലോകത്ത് സമ്പത്തുമായി ബന്ധപ്പെട്ട് നിലവിലുള്ളത്. ഈ ചർച്ച ചെയ്യുന്ന സമ്പത്ത് ഏതാണ്? 200 കോടി പ്രകാശ വർഷങ്ങളുടെ വ്യാസമുണ്ടെന്ന് ആധുനിക ശാസ്ത്രം അവകാശപ്പെടുന്ന ഈ അനന്തവിശാലമായ പ്രപഞ്ചത്തിൽ കേവലം 0.04 മാത്രം വ്യാസം, പ്രകാശ സെക്കൻഡ് മാത്രം വ്യാസമുള്ള ഈ കൊച്ചു ഭൂമി, ആ കൊച്ചു ഭൂമിയിലെ സമ്പത്തിനെ കുറിച്ചാണ് ഈ മൂന്ന് വീക്ഷണങ്ങൾ. ഈ ഭൂമിയിൽ തന്നെ 82% സമുദ്രമാണ്. ബാക്കി 18% കരപ്രദേശത്തെയും കടലിൽ നിന്ന് കരയിലേക്ക് എത്തുന്നതുമായ സമ്പത്തിനെ കുറിച്ചാണ് സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടും ക്യാപിറ്റലിസ്റ്റ് കാഴ്ചപ്പാടും ഇസ്ലാമിക കാഴ്ചപ്പാടും നിലനിൽക്കുന്നത്. പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ മുതലാളിത്തമില്ല, തൊഴിലാളിത്തവുമില്ല. മുതലാളിക്ക് അവന്റെ സമ്പത്തിന്റെ ഉടമാവകാശം വകവെച്ചു കൊടുക്കുമ്പോൾ തന്നെ തൊഴിലാളിക്ക് അവന്റെ അധ്വാനത്തിന്റെ ഫലം വകവെച്ചു കൊടുക്കുകയാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ചെയ്യുന്നത്. കൃത്യമായി നിന്റെ സമ്പത്തിന്റെ 2.5% അത് നിന്റേതല്ല എന്ന് സമ്പന്നനെ ഇസ്ലാം ബോധ്യപ്പെടുത്തുകയാണ്. ആ 2.5% പാവപ്പെട്ടവന്റെ അവകാശമാണ്. അതങ്ങ് വകവെച്ചു കൊടുത്തിട്ടേ നിനക്ക് സമ്പാദിക്കാനും സ്വരുക്കൂട്ടാനും അധികാരമുള്ളൂ എന്നുള്ള കൃത്യമായ ഒരു കാഴ്ചപ്പാടാണ് പരിശുദ്ധ ഇസ്ലാം സാമ്പത്തിക വിഷയത്തിൽ നമ്മോട് പറയുന്നത്. ഇങ്ങനെ കൃത്യമായൊരു 2.5% സമ്പന്നവർഗം ദരിദ്രവർഗത്തിന് കൊടുക്കാൻ തയ്യാറായാൽ, ഇസ്ലാമികമായ സാമ്പത്തിക വ്യവസ്ഥിതി നടപ്പിലാക്കാൻ സമൂഹം തയ്യാറായാൽ, വ്യക്തികൾ സമ്പന്നരാകും, സമൂഹം സമ്പന്നരാകും, അത് നടപ്പിലാക്കുന്ന രാഷ്ട്രവും സമ്പന്ന രാഷ്ട്രമായി മാറും. ഇതൊരു അവകാശവാദമല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇതൊരു മിഥ്യാവാദമല്ല. അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ലോകത്തോട് സധൈര്യം വിളിച്ചു പറയാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണിത്. ഇതിന് ഇസ്ലാമിക ചരിത്രത്തിൽ ഇസ്ലാമിക ഭരണം നിലനിന്നിരുന്ന കാലത്ത് ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് ഗവർണറായി നിയമിച്ചു. മുആദ് റളിയല്ലാഹു അൻഹു യമനിലെ സമ്പന്നരുടെ കയ്യിൽ നിന്നും സമ്പത്ത് സ്വരുക്കൂട്ടി. സമ്പത്ത് മുഴുവനും കേന്ദ്ര ഗവൺമെന്റിലേക്ക് അയച്ചു. ഉമറിന്റെ അടുക്കലേക്ക് ഈ സമ്പത്ത് അയച്ചു കൊടുത്തപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുആദിനെതിരെ എഴുതിയൊരു കത്തുണ്ട്. ആ കത്തിങ്ങനെയാണ്: മാ ബഅസ്തുക ജാബിയൻ വലാ ആഖിദ ജസിയ. മുആദേ, നിന്നെ ഞാൻ യമനിലേക്ക് വിട്ടത് ഇങ്ങനെ ധനികരുടെ സമ്പത്ത് ഒരുമിച്ച് കൂട്ടി ഇങ്ങോട്ട് അയക്കാനല്ല. വലാകിൻ ബഅസ്തുക ലിതഅഖുദ മിൻ അഗ്നിയാഇൻ നാസി. യമനിലെ പണക്കാരുടെ കയ്യിൽ നിന്നും കൃത്യമായി 2.5% സക്കാത്ത് വാങ്ങിയിട്ട് യമനിലെ പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യാനാണ് നിന്നെ ഞാൻ വിട്ടത്, അതല്ല ഇങ്ങോട്ട് അയക്കേണ്ട കാര്യമില്ല. ഈ കത്തിന് മുആദ് എഴുതിയൊരു മറുപടി ഉണ്ട്. മുആദിന്റെ മറുപടി: മാ ബഅസ്തു ഇലൈക ബിശൈഇൻ വഅന അജിദു മൻ യഅഖുദുഹു. ഈ യമനിൽ സക്കാത്ത് സ്വീകരിക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങയുടെ അടുക്കലേക്ക് സമ്പത്ത് അയക്കുമായിരുന്നില്ല. ഈ നാട്ടിൽ ആരുമില്ല വാങ്ങാൻ. പിറ്റേ വർഷം മുആദ് റളിയല്ലാഹു അൻഹു അതിനേക്കാൾ കൂടുതൽ സമ്പത്താണ് ഉമറിന് അയച്ചു കൊടുത്തത്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആരുമില്ലേ നിന്റെ നാട്ടിൽ സക്കാത്ത് വാങ്ങാൻ? അദ്ദേഹം പറഞ്ഞു, മാ വജദ്തു അഖദൻ യഅഖുദുഹു. ഇവിടെ വാങ്ങാൻ ആളില്ല. ഇതൊരു ചരിത്ര കഥയാണ്, യാഥാർത്ഥ്യമാണ്. കിതാബുൽ അംവാൽ എന്ന് പറയുന്ന ഇമാം ബുഖാരിയുടെ കാലക്കാരനായ അബു അബുൽ ഖാസിമിന്റെ സലാമിന്റെ കിതാബുൽ അംവാലിൽ രേഖപ്പെടുത്തിയ ഒരു യാഥാർത്ഥ്യമാണിത്.
ഇതൊരു സംഭവം മാത്രമല്ല, ഖലീഫമാരുടെ കാലത്തെല്ലാം സ്ഥിതി ഇതായിരുന്നു. ഒരു നാടിന്റെ പട്ടിണി പരിഹരിക്കാൻ ഇസ്ലാമിന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ ഭാഗമായ സക്കാത്ത് സംവിധാനം കൊണ്ട് സാധിച്ചിരുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി തആല അലൈഹി, രണ്ടാം ഉമർ എന്ന പേരിൽ ചരിത്രത്തിൽ നീതിയുടെ ഭരണം നടത്തിയ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ കാലഘട്ടം അബ്ദുൽ ഹമീദ് എന്ന് പറയുന്ന ആളെ ഇറാഖിലെ ഗവർണറായി നിയമിച്ചു. അബ്ദുൽ ഹമീദ് ഇറാഖിൽ പോയി ചുമതലയേറ്റു. അവിടെ ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങൾ കൃത്യമായി നടപ്പിലാക്കി. അതിന്റെ ഭാഗമായി സക്കാത്ത് ശേഖരിച്ചു. സക്കാത്ത് ശേഖരിച്ച് ധനം ഇങ്ങനെ പൊതുഖജനാവിൽ ഒരുമിച്ച് കൂടിയപ്പോ ഇതെന്ത് ചെയ്യണമെന്ന് ഗവർണർക്കറിയില്ല. ഗവർണർ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രസിഡന്റായ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന് കത്തെഴുതി, പൊതുഖജനാവിൽ സക്കാത്ത് വീതം ഇങ്ങനെ കുന്നുകൂടുകയാണ്, എന്ത് ചെയ്യണം? അവകാശികളില്ല വാങ്ങാൻ. അപ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എഴുതിയ മറുപടി ഇങ്ങനെയാണ്: ഇറാഖിലെ മുഴുവൻ ഉദ്യോഗസ്ഥർക്കും ശമ്പളം കൃത്യമായി കൊടുക്കുക, ഒന്നും കുടിശ്ശിക വരുത്തരുത്. അത് തീർത്തു കഴിഞ്ഞപ്പോ വീണ്ടും കത്തെഴുതി, സമ്പത്തിനെയും ബാക്കിയാണ്, എന്ത് ചെയ്യണം? ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ മറുപടി, ഇറാഖ് എന്ന് പറയുന്ന നാട്ടിൽ ആർക്കെല്ലാം കടബാധ്യതകൾ ഉണ്ടോ അവർ കടം വാങ്ങിയത് ദൂർത്തടിക്കാനല്ലെങ്കിൽ അവരുടെ കടം മുഴുവനും സക്കാത്ത് കൊണ്ട് വീട്ടിൽ കൊടുക്കുക. ഒരു നാട്ടുകാരുടെ മുഴുവനും കടം സക്കാത്ത് കൊണ്ട് വീട്ടിൽ കൊടുത്തു. എന്നിട്ടും അബ്ദുൽ ഹമീദ് പറഞ്ഞു, ഇനിയും സമ്പത്ത് ബാക്കിയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തിരിച്ചെഴുതി, ആ നാട്ടിൽ സമ്പത്തില്ലാത്തതിന്റെ പേരിൽ വിവാഹം കഴിക്കാൻ പ്രയാസപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മുഴുവൻ ഇതിൽ നിന്ന് സഹായം ചെയ്തു കൊടുത്ത് എല്ലാവരെയും വിവാഹിതരാക്കി തീർക്കുക. അതും ചെയ്തിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസിന് കത്തെഴുതി, ഇനിയും സമ്പത്ത് ബാക്കിയാണ്. അപ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഇനി ആ നാട്ടിൽ തരിശുഭൂമി കിടക്കുന്നുണ്ടെങ്കിൽ മുഴുവൻ തരിശുഭൂമിയിലും കൃഷി ചെയ്യാൻ വേണ്ടി കർഷകർക്ക് അത് കൊടുക്കുക. ആ നാടിനെ മുഴുവനും തരിശുഭൂമി മുഴുവനും കൃഷിയോഗ്യമാക്കി തീർത്തു. ഇങ്ങനെയുള്ള ചരിത്രം ഇസ്ലാമിക ചരിത്രത്തിൽ കൃത്യമായി ഈ സക്കാത്ത് സംവിധാനം നടപ്പിലാക്കിയപ്പോ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം 2.5% പാവപ്പെട്ടവന്റെ അവകാശമാണെന്നും അതൊരു സമ്പന്നനും തടഞ്ഞു വെക്കാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് കൃത്യമായി സമ്പന്നനോട് തന്റെ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി നിർബന്ധിക്കുകയാണ്. അതവന്റെ നിർബന്ധ ബാധ്യതയാണ്. ഒരിക്കലും പണക്കാരന്റെ ഔദാര്യമല്ല, പാവപ്പെട്ടവന്റെ അവകാശമാണത്. നബിയെ, പണക്കാരിൽ നിന്നും സക്കാത്ത് പിടിച്ചെടുക്കണമെന്നാ പറഞ്ഞത്. അവൻ തരാൻ വിസമ്മതിച്ചെന്നിരിക്കാം, പിടിച്ചെടുക്കണം, നിർബന്ധമായി വാങ്ങിച്ചെടുക്കണം. അതുകൊണ്ടാണ് സക്കാത്തിന്റെ സമ്പത്ത് മോഷ്ടിച്ച ആളുടെ കൈ മുറിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാമിക ശരീഅത്ത്. കട്ടവന്റെ കൈ മുറിക്കണം. പക്ഷെ ഒരു മുതലാളിയുടെ വീട്ടിൽ കയറി ഒരു കള്ളൻ മോഷ്ടിച്ചു. സക്കാത്തിന്റെ മുതലാണ് മോഷ്ടിച്ചതെങ്കിൽ മോഷണം കുറ്റകരമാണെങ്കിലും ആ മോഷ്ടാവിന്റെ കൈ മുറിക്കാൻ പാടില്ല. കാരണം അവൻ എടുത്തത് അവൻ അവകാശപ്പെട്ടതാണ്. അവൻ അവകാശപ്പെട്ടത് അവൻ എടുത്തു, വളഞ്ഞ വഴി സ്വീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അവന്റെ കൈ മുറിക്കപ്പെടാൻ പാടില്ല, അവന്റെ അവകാശമാണത്. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് സക്കാത്ത് കൊടുത്തിരുന്ന ആളുകൾ എനിക്ക് സക്കാത്ത് തരില്ല എന്ന് പറയുന്നെങ്കിൽ ഞാൻ അവരോട് യുദ്ധം ചെയ്യും. ലൗ മനഉനി അഖാലൻ കാനൂ യുഅദ്ദൂനഹു ഇലാ റസൂലില്ലാ. ഒരു ഒട്ടകം പോയിട്ട് ഒട്ടകം തരാം, ഒട്ടകത്തിന്റെ കയറ് തരില്ല അബൂബക്കർ എന്ന് പറഞ്ഞാൽ പോലും അവനെ ഞാൻ വെറുതെ വിടില്ല. കാരണം പാവപ്പെട്ടവന്റെ അവകാശമാണത്. പാവപ്പെട്ടവന്റെ അവകാശങ്ങൾ മേടിച്ചു കൊടുക്കാനാണ് ഈ അബൂബക്കർ ഖലീഫയായിരിക്കുന്നത്. ഈ നാട്ടിൽ ഖിലാഫത്ത് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കൃത്യമായി സക്കാത്ത് എന്നുള്ളത് റമളാനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമേ അല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. റമളാനുമായി ബന്ധമുള്ള ഒരേ ഒരു സക്കാത്തുള്ളൂ, അത് ഫിത്ർ സക്കാത്താണ്. സമ്പത്തിന്റെ സക്കാത്ത് എന്നുള്ളത് അവന്റെ കയ്യിൽ സമ്പത്ത് വന്നത് മുതൽ ഒരു വർഷം പൂർത്തിയാകുമ്പോൾ കൊടുക്കേണ്ടതാണ് സമ്പത്തിന്റെ സക്കാത്ത്. കച്ചവടം തുടങ്ങിയത് റബീഉൽ അവ്വലിലാണെങ്കിൽ അടുത്ത റബീഉൽ അവ്വലാകുമ്പോൾ അവന്റെ വർഷം പൂർത്തിയായി. പിന്നെ അത് റമളാനിലേക്ക് പിന്തിപ്പിക്കൽ ഹറാമാണ്. അവൻ പിന്തിപ്പിക്കുന്ന ഓരോ സമയവും ചെയ്തുകൊണ്ടിരിക്കുന്ന ഹറാമാണ്. റമളാന്റെ പുണ്യം തേടാൻ വേണ്ടിയാണ് പിന്തിപ്പിക്കുന്നത്, പക്ഷേ ലഭിക്കുന്നത് ശിക്ഷയായിരിക്കും. റമളാനുമായി സക്കാത്തിന് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് സക്കാത്ത് കൃത്യമായി നിർബന്ധമാകുന്ന സമയത്ത് കൊടുത്തു വെട്ടിയാൽ ഈ നാട്ടിലെ പാവപ്പെട്ടവരെ ധനികരാക്കി തീർക്കാൻ കഴിയും. സക്കാത്ത് കൊണ്ട് ഇസ്ലാം ഉദ്ദേശിക്കുന്ന അതാണ്, സ്വയം പര്യാപ്തരായി തീരുക.
അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച് ആർക്കെങ്കിലും കൊടുക്കലല്ല സക്കാത്ത്. കൃത്യമായി കണക്ക് നോക്കി സ്വത്തിന്റെ 2.5% അത് എന്റേതല്ല എന്ന് തിരിച്ചറിഞ്ഞ് പാവപ്പെട്ടവന്റെ അടുക്കിലേക്ക് മാന്യമായി എത്തിച്ചു കൊടുക്കലാണ് സക്കാത്ത് എന്ന് പറയുന്നത്. എന്തെങ്കിലും നക്കാപ്പിച്ചു കൊടുത്താൽ പോരാ, കണക്ക് നോക്കി കൊടുക്കണം, നിയത്താക്കി കൊടുക്കണം. നമ്മളൊന്ന് ആലോചിക്ക്, യമനിലെയും ഇറാഖിലെയും ഒന്നും കഥ പറയണ്ട, കേരളത്തിന്റെ കഥ ആലോചിക്ക്. ഈ കേരളത്തിലെ സമ്പന്ന വർഗം കൃത്യമായി സക്കാത്ത് കൊടുത്താൽ ഒരു 5 വർഷം വേണ്ടി വരില്ല കേരളത്തിൽ ദരിദ്രരില്ലാതാകാൻ. അതൊരു കണക്കാണത്. പോകട്ടെ, ഈരാറ്റുപേട്ടയുടെ കഥ എടുത്തു നോക്ക്. ഈരാറ്റുപേട്ടയിൽ 1250 കടകളുണ്ട്. 85% മുസ്ലിമീങ്ങളുടേതാ. 1065 കട നടത്തുന്നത് മുസ്ലിമീങ്ങളാണ് ഈരാറ്റുപേട്ടയിൽ. ഒരു കടയിൽ നിന്ന് 1 ലക്ഷം രൂപ കൂട്ടിയാൽ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാകുന്ന ചരക്ക് എന്ന് പറയുന്നത് കട തുടങ്ങി 1 വർഷം പൂർത്തിയാകുമ്പോൾ കടയിലിരിക്കുന്ന സാധനങ്ങളുടെ സ്റ്റോക്ക് എടുത്ത് 1 വർഷം കിട്ടിയ ലാഭവും കൂട്ടി 595 ഗ്രാം വെള്ളിയുടെ വിലയുണ്ടെങ്കിൽ ഇന്ന് 81 രൂപയാണ് ഏകദേശം വെള്ളി 1 ഗ്രാമിന്റെ വില. 48,195 രൂപ വരും 595 ഗ്രാം വെള്ളിക്ക്. കടയിൽ 1 വർഷം കട പൂർത്തിയാകുമ്പോ ഈ 49,195 രൂപ അതിനുള്ള ചരക്ക് അവന്റെ കടയിലുണ്ട്. ചരക്കില്ല, 1 വർഷത്തെ ലാഭം കൂട്ടിയാലുണ്ടെങ്കിൽ അങ്ങനെയുള്ള മുഴുവൻ കച്ചവടക്കാർക്കും കച്ചവടത്തിന്റെ സക്കാത്ത് നിർബന്ധമാണ്. ഈരാറ്റുപേട്ടയിലെ ഏത് കടയിലാണ് അങ്ങനെ ഇല്ലാതിരിക്കുക? കോടികൾ കച്ചവടം നടക്കുന്ന, കോടികളുടെ ടേൺ ഓവർ ഉള്ള ധാരാളം കടകൾ നമ്മുടെ നാട്ടിലുണ്ട്. 1 ലക്ഷം രൂപ വെച്ച് കൂട്ടിയാൽ പോലും ഈ 1065 കടകളിൽ നിന്നും എത്ര കോടി രൂപ ഒരു വർഷം സക്കാത്ത് കൊടുക്കേണ്ടി വരും? എത്ര കോടി വരും ഒരു വർഷത്തെ സക്കാത്ത്? അതവിടെ ഇരിക്കട്ടെ. ഈരാറ്റുപേട്ടയിലെ ഒരു 500 സ്ത്രീകൾക്ക് 10.5 പവൻ വീതം സ്വർണ്ണം ഉണ്ടെന്ന് വിചാരിക്കുക. ചുരുങ്ങിയത് 500 സ്ത്രീകൾക്ക് 10.5 പവൻ വീതം സ്വർണമുണ്ടെങ്കിൽ ആ സ്വർണത്തിന്റെ സക്കാത്ത് എത്ര കിലോ വരും? ഇത് സ്വർണത്തിന്റെയും കച്ചവട ചരക്കിന്റെ സക്കാത്ത് മാത്രമാണ് ഞാൻ ഏറ്റവും ചുരുങ്ങിയ നിലയ്ക്ക് പറഞ്ഞത്. ഇനി പൈസയുടെ സക്കാത്ത് കൂട്ടി നോക്ക്. ഡെപ്പോസിറ്റിന്റെ, ഷെയറിന്റെ, ബോണ്ടിന്റെ, ഇതിനെല്ലാം സക്കാത്ത് നിർബന്ധമാണല്ലോ. ഇതിന്റെയൊക്കെ സക്കാത്ത് എന്ന കടക്കൂട്ടി നോക്കിയാൽ 5 വർഷം മതിയാകും ഈരാറ്റുപേട്ടയിൽ സക്കാത്ത് വാങ്ങാൻ ആളില്ലാതാകാൻ കൃത്യമായി കൊടുത്താൽ. ഇത്ര സുതാര്യമാണ്, ഇത്ര സുവ്യക്തമാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ സക്കാത്ത് സംവിധാനം. പക്ഷെ അത് കൊടുക്കാൻ തയ്യാറില്ല എന്നുള്ളിടത്താണ് വിഷയം. എല്ലാരും വിചാരിക്കുന്ന എന്റെ സമ്പത്ത് ഞാൻ എന്തിനു കൊടുക്കണം? എടോ, നിന്റെ സമ്പത്തല്ല, 2.5% നിന്റേതല്ല. അതുകൊണ്ടാണ് വർഷം പൂർത്തിയായതിനു ശേഷം കച്ചവടം ചെയ്താൽ ഈ 2.5% കച്ചവടം ശരിയല്ല. 1 ലക്ഷം രൂപ 2,500 സക്കാത്ത് കൊടുക്കണം. 1 വർഷം കഴിയുമ്പോൾ 2,500 രൂപ നിന്റേതല്ല. പിന്നെ 2,500 രൂപയിൽ നടത്തുന്ന കച്ചവടം ശരിയല്ല. കാരണം വേറൊരാളുടെ ഹക്ക് കൊണ്ടാണ് നീ കച്ചവടം നടത്തുന്നത്. ഇത്ര ഗൗരവമാണ് ഇതിന്റെ കാര്യം. അതുകൊണ്ട് കൃത്യമായി സക്കാത്ത് കൊടുക്കണം. പിന്നെ പലരും പറയാറുള്ളത് കടമുണ്ടെന്ന. കടം ഒരിക്കലും സക്കാത്തിന് തടസ്സമല്ല. എത്ര കടമുണ്ടെങ്കിലും നീ കച്ചവടക്കാരനാണോ സക്കാത്ത് കൊടുത്തേ പറ്റൂ. ഒരാൾ 50 ലക്ഷം രൂപ കടമുണ്ട്, 50 ലക്ഷം രൂപയ്ക്ക് ചരക്കെടുത്തോണ്ട് വന്ന് കടയിൽ വെച്ചിട്ടുണ്ട്, 1 പൈസ കൊടുത്തിട്ടില്ല. വർഷം പൂർത്തിയാകുമ്പോൾ നിനക്ക് 50 ലക്ഷം കടമുണ്ട്, 50 ലക്ഷത്തിന്റെ ചരക്ക് നിന്റെ കടയിലുണ്ട്. ഈ കടം വീട്ടാൻ യാതൊരു മാർഗവും നിനക്കില്ലെങ്കിൽ പോലും 50 ലക്ഷം രൂപയുടെ സക്കാത്ത് നീ കൊടുത്തിരിക്കണം. നീ കച്ചവടക്കാരനാണ് എന്നുള്ളതാണ് അതിന് കാരണം. ഇനി ഒരാൾ കച്ചവടം നഷ്ടമാണെങ്കിലും സക്കാത്ത് കൊടുക്കണം. 10 ലക്ഷം രൂപ മുടക്കിയ ഒരാൾ കച്ചവടം തുടങ്ങി, 1 വർഷം കഴിഞ്ഞ് വർഷം പൂർത്തിയാകുമ്പോൾ 9 ലക്ഷം രൂപ നഷ്ടത്തിലാണ്. 9 ലക്ഷം പോയി, 1 ലക്ഷമേ മുതലായിട്ട് പോലുമുള്ളൂ. ആ 1 ലക്ഷത്തിന് സക്കാത്ത് കൊടുക്കണം. കാരണം നീ കച്ചവടക്കാരനാണ് എന്നുള്ളതാണ്. നിന്റെ ലാഭമോ നഷ്ടമൊന്നും അറിയണ്ട, നിന്റെ ലാഭനഷ്ടമല്ല വിഷയം. നീ കച്ചവടക്കാരനാണോ? വർഷം പൂർത്തിയാകുമ്പോൾ ഈ 595 ഗ്രാം വെള്ളിയുടെ മുതൽ നിന്റെ അടുക്കലുണ്ടോ? നിന്റെ കടയിൽ ചരക്കുണ്ടോ? നീ സക്കാത്ത് കൊടുത്തേ പറ്റൂ. നിന്റെ ദാരിദ്ര്യാവസ്ഥയല്ല അവിടെ നോക്കുന്നത്. ധനത്തിന്റെ ബാധ്യതയാണ് സക്കാത്ത്, ധനാഢ്യന്റെ ബാധ്യതയല്ല. അത് തിരിച്ചറിയണം. സർക്കാർ വീടിന് കരം മേടിക്കുമ്പോ സ്ക്വയർ ഫീറ്റിനാണ് കരം മേടിക്കുക. വീട്ടിൽ അരി ഉണ്ടോ, വീട് പട്ടിണിയാണോ എന്ന് സർക്കാർ നോക്കേണ്ട കാര്യമില്ല. സ്ക്വയർ ഫീറ്റിന് ഇത്ര കരം മേടിക്കും സർക്കാർ. സക്കാത്തിന്റെ സംവിധാനം ഇതുപോലെയാണ്. എല്ലാ തരം കച്ചവടങ്ങൾക്കും ഈ രീതിയിൽ വർഷം ഒത്തുകഴിഞ്ഞാൽ സക്കാത്ത് നിർബന്ധമാണ്. ഇത്
ഇത് നമ്മുടെ നിർബന്ധ ബാധ്യതയാണ്. ഇത് നമ്മൾ കൊടുത്തേ പറ്റൂ. കൊടുത്തില്ലെങ്കിലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹസ്സിനു അംവാലക്കും ബിസ്സകാത്ത്, സക്കാത്ത് കൊടുത്ത് നിങ്ങളുടെ സമ്പത്തിനെ നിങ്ങൾ സുരക്ഷിതമാക്കുക. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, സക്കാത്ത് കൊടുത്ത സമ്പത്ത് നശിക്കില്ല. സക്കാത്ത് കൊടുത്തവന്റെ കപ്പല് മുങ്ങൂല. സക്കാത്ത് കൊടുക്കുന്നില്ലെങ്കിൽ നിന്റെ കപ്പല് മുങ്ങും. നിന്റെ പൈസ ആശുപത്രിയിൽ കൊടുക്കേണ്ടി വരും. പാവപ്പെട്ടവന്റെ അവകാശം കൊടുത്തില്ലെങ്കിൽ അവന്റെ പിരാക്ക് നിനക്കുണ്ടാകും. അതുകൊണ്ട് ആ പൈസ വേറെ പല രീതിയിലും ചെലവാക്കേണ്ടി വരും. അവന്റെ 2.5% കൊടുത്തേക്ക്. പാവപ്പെട്ടന്റെ അവകാശം കൊടുത്തിട്ട് അവന്റെ കണ്ണീരൊപ്പിയിട്ടുള്ള ഒരു സമ്പാദ്യം മതിയെന്ന് സമ്പന്നവർഗം തീരുമാനിക്ക്. ഇവിടെയും നിങ്ങൾക്ക് സ്വസ്ഥമായി കച്ചവടം ചെയ്യാം, ഖബറിലും സ്വസ്ഥമായി കിടക്കാൻ കഴിയും. ഇല്ലെങ്കിലോ നാളെ ഖബറിൽ സ്വസ്ഥമായിട്ടൊരു കിടത്തം സാധ്യമല്ല. അള്ളാഹുവിന്റെ മഹ്ശറയിൽ നിനക്ക് സ്വസ്ഥമായി നിൽക്കാൻ കഴിയില്ല. എത്ര സ്ഥലത്താണ് വിശുദ്ധ ഖുർആൻ താക്കീത് ചെയ്തത്. എത്രയോ താക്കീതുകളാണ് വിശുദ്ധ ഖുർആനിലുള്ളത്. അള്ളാഹു നൽകിയ സമ്പത്ത് സക്കാത്ത് പാവപ്പെട്ടവന്റെ അവകാശം വകവച്ചു കൊടുക്കാതെ സ്വരുക്കൂട്ടി വെക്കുന്ന മുതലാളിമാര് വിചാരിക്കണ്ട നന്നായി രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണ്ട. ഇവിടെ നിങ്ങളുടെ അടുക്കൽ പിടിച്ചു മേടിക്കാൻ സംവിധാനമൊന്നുമില്ല. നിങ്ങൾ കൊടുത്താലേ മേടിക്കുള്ളൂ. പക്ഷേ നിങ്ങളെ പിടിച്ചു നിർത്തുന്ന ഒരു ദിവസം വരും. ഒരു ചാൺ ഉയരത്തിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന ഒരു ദിവസം, ചെമ്പിന്റെ തറയിൽ, ആ മഹ്ശറയിൽ നിൽക്കുമ്പോ നിങ്ങൾ സക്കാത്ത് കൊടുക്കാത്ത സമ്പത്തിനെ അല്ലാഹു തആല അവിടെ കൊണ്ടുവരും. അതിനെ ഉരുക്കി പടച്ച തമ്പുരാൻ നിന്റെ ദേഹത്ത് വെച്ച് ഉരുക്കും, ചൂടാക്കും. എന്നിട്ട് പറയും, ഹദാമാ കനസ്തും ലിഅൻഫുസികും ഫദൂഖൂ മാ കുന്തും തക്നിസൂൻ. മുതലാളി പാവപ്പെട്ടവന്റെ അവകാശം തടഞ്ഞു വെച്ച് അവനെ വഞ്ചിച്ചുകൊണ്ട് ഉണ്ടാക്കിയ സമ്പത്തുണ്ടല്ലോ, അതാണിത് നീ അനുഭവിച്ചു എന്ന് പറയും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, 2.5% കൊടുത്താൽ മതി. നഷ്ടമല്ലാതെ ലാഭമാണ്, നഷ്ടമല്ല. അള്ളാഹുവിന്റെ ഖജനാവിൽ നാളെ ആഖിറത്തിന്റെ അക്കൗണ്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ ഇടാൻ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് സക്കാത്ത് കൊടുക്കുമ്പോൾ ഒരാൾക്ക് ഉണ്ടായിത്തീരുക. സക്കാത്ത് കൊടുക്കുന്നില്ലെങ്കിലോ ഈ ജുമാ വെറുതെയാണ്, ഈ തറാവിഹ് വെറുതെയാണ്, ഈ നോമ്പ് വെറുതെയാണ്. സക്കാത്ത് കൊടുക്കാത്തവന്റെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കില്ല. നിസ്കാരം സ്വീകരിക്കില്ല എന്ന് മാത്രമല്ല, നിസ്കാരം സ്വീകരിക്കില്ലെങ്കിൽ ഒരു അമലും പടച്ചാമ്പുരാൻ സ്വീകരിക്കില്ല. സക്കാത്ത് കൊടുത്തവന്റെ അമലുകളെ കുറിച്ച് പടച്ചോന്റെ ചർച്ചയുള്ളൂ, അതിനെ പടച്ചോ നോക്കുന്നുള്ളൂ. അതുകൊണ്ട് അമലുകളുടെ കബൂലിയത്തിന്, സ്വീകാര്യതയ്ക്ക് സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് അനിവാര്യമായൊരു വിഷയമാണ്, വളരെ അനിവാര്യമായൊരു വിഷയമാണ്. അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ വൃഥാവിലാകാതിരിക്കാൻ, അള്ളാഹുവിന്റെ കോടതിയിൽ പാഴാകാതിരിക്കാൻ ഈ 2.5%, 1 ലക്ഷം ഉണ്ടെങ്കിൽ 2500 കൊടുക്കാൻ പറയുന്നുള്ളൂ. അതിലുപരി കൊടുക്കുന്നെങ്കിൽ സദഖ മാത്രമാണ്, നിർബന്ധമായി ഒന്നും കൊടുക്കേണ്ടതില്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ ആരും ഒരു അനാസ്ഥയും കാണിക്കാൻ പാടില്ല. നാളെ നമ്മൾ മരിച്ചു വീണാൽ നമ്മളെ ഖബറിലേക്ക് കൊണ്ടുപോകും. നാം സക്കാത്ത് കൊടുക്കാതെ ബാക്കിയാക്കി സമ്പത്തിന് വേണ്ടി മക്കൾ തമ്മിൽ അടികൂടും. നമ്മുടെ ഖബറിലേക്കൊന്നും എത്തുന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്നേഹബുദ്ധിയ ഈ പരിശുദ്ധ റമദാനിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ഇപ്പോൾ തന്നെ ഇത് പറഞ്ഞു വെക്കുന്നത്, സക്കാത്ത് കടബാധ്യതയുള്ള ആളുകൾ കൃത്യമായി കണക്ക് കൂട്ടി അത് ഈ റമദാനിൽ തന്നെ കഴിവതും നേരത്തെ തന്നെ കൊടുത്തുകൊണ്ട് നമ്മുടെ ബാധ്യതകളിൽ നിന്ന് നമ്മൾ ഒഴിവാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. സക്കാത്ത് കൊടുക്കുന്ന നല്ലവരാക്കി അല്ലാഹു നമ്മുടെ സമ്പന്ന വർഗത്തെ സ്വീകരിക്കുമാറാകട്ടെ. السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله. أما بعد.